യുഎസും ഇറാനും തമ്മിലുള്ള വളരെ നിർണായകമായ ചർച്ചകൾക്ക് ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇറാൻ യുദ്ധം അവസാനിക്കുമോ അല്ലെങ്കിൽ ഇറാൻ യുദ്ധം തുടരുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ സുപ്രധാനമായ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിൽ പോസിറ്റീവായ ഘടകങ്ങളും നെഗറ്റീവായ ഘടകങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ലോകത്ത് നിരീക്ഷകർ വിലയിരുത്തുന്നത്. വളരെ പോസിറ്റീവായ ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും ഉന്നത തലത്തിലുള്ള ആളുകൾ തന്നെയാണ്. യുഎസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ യുഎസ് വൈസ് പ്രസിഡന്റ് JD വെയിൻസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ ഇറാൻ പാർലമെന്റ് സ്പീക്കറും ഇറാൻ വിദേശകാര്യ മന്ത്രിയുമൊക്കെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇത് കാണിക്കുന്നത് ഇരു രാജ്യങ്ങളും ഈ ചർച്ചയെ വളരെ സീരിയസ് ആയി വളരെ ഗൗരവപ്പെട്ട ഒരു ചർച്ചയായിട്ട് കാണുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾക്ക് ഒരു നല്ല ഫലമുണ്ടാകും എന്ന് വിലയിരുത്തുന്ന നിരീക്ഷകരുണ്ട്. അതേസമയത്ത് ഇതിന് നെഗറ്റീവായിട്ടുള്ള തലങ്ങളുണ്ട് എന്നുള്ളതും ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കപ്പെടുന്ന വിഷയങ്ങളിൽ പലതും യുഎസും ഇറാനും രണ്ടറ്റങ്ങളിലാണ് എന്നുള്ളതാണ് ഈ ചർച്ചയിലെ ഏറ്റവും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തലം എന്ന് പറയുന്നത്. ഈ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം, ഹുർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മേഖലയിലെ US ബേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇറാനെതിരായിട്ടുള്ള സാങ്ഷൻസ് ഉപരോധങ്ങൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ അത്ര പെട്ടെന്ന് യുഎസിനും ഇറാനും യോജിക്കാവുന്ന പോയിന്റിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ വഴിമുട്ടാനുള്ള സാധ്യതകളുണ്ട് എന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. അതേസമയം ഇറാന് യുഎസിൻ്റെ ഭാഗത്തു നിന്ന് ചില ഇളവുകൾ നൽകിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പോയിന്റിലേക്ക് എത്തിച്ചേരാൻ US പരിശ്രമിക്കും എന്ന് വിലയിരുത്തുന്നവരുണ്ട്. ഏതായാലും ഇന്ന് ഇസ്ലാമാബാദിൽ ആരംഭിച്ചിരിക്കുന്ന ചർച്ച അത് വിജയിക്കുമോ അത് പാളുമോ എന്നുള്ളത് ലോകത്തിന് തന്നെ നിർണായകമാണെന്നതിൽ തർക്കമില്ല.